ഡിയർ പേരൻസ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളോട് കുറച്ച് കാര്യം സംസാരിക്കാനായിട്ടാണ്. ഇപ്പൊ വെക്കേഷൻ ടൈമാണ്, നമ്മുടെ മക്കൾ എല്ലാവരും വീട്ടിലുണ്ടാവും അല്ലെ? അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പാരന്റിങ്ങിനെ പറ്റി പറയാനൊന്നും ഞാൻ ആളല്ല, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഈ വെക്കേഷൻ ടൈമിൽ നമ്മളെ മക്കള് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ, അതിനകത്ത് ഏർപ്പെടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ചെടി നടുന്നത്, മുറ്റത്ത് ചെടി നടുന്നതാവാം, അല്ലെങ്കിൽ അവരുടെ സ്കിൽസ് ഉണ്ടാവും. ചില മക്കൾക്ക് ചിത്രം വരയാനായിരിക്കാം, ചില മക്കൾക്ക് പാട്ട് പാടാനായിരിക്കാം, കഥ എഴുതാനായിരിക്കാം. അങ്ങനെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലൊക്കെ അവർ ഏർപ്പെടുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഇത് കൂടാതെ നമ്മളെ മക്കളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ഇപ്പൊ അവരൊരു ചെടി നട്ടു കഴിഞ്ഞാൽ നീ ചെയ്തത് വളരെ നല്ല കാര്യമാണ്. ഇനിയിപ്പോ അവർ പുറത്ത് പോയി കളിച്ച് ഗെയിമൊക്കെ കളിച്ച് വീട്ടിനകത്തേക്ക് വരുമ്പം അവർ പുറത്ത് നിന്ന് കാലൊക്കെ കഴുകി കൈയൊക്കെ കഴുകി കയറുമ്പം വളരെ നല്ല കാര്യമാണ് ചെയ്തത്, ഇങ്ങനെ വേണം ചെയ്യാൻ. അങ്ങനെ നല്ല രീതിയിൽ നിങ്ങൾക്ക് അറിയാലോ, നല്ല രീതിയിൽ നിങ്ങൾ ഒരു അപ്രിസിയേഷൻ കൊടുക്കുമ്പം, ഒരു പോസിറ്റീവ് റിവാർഡ് കൊടുക്കുമ്പം അവർക്കതൊരു മോട്ടിവേഷൻ ആണ്. പിന്നീട് അതുപോലെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കൂടിയാണ്. അപ്പൊ അത്തരത്തിൽ അവരെന്ത് നല്ല കാര്യം ചെയ്താലും ഒരു മോട്ടിവേഷൻ, അതായത് ഒരു അപ്രിസിയേഷൻ കൊടുക്കാൻ നിങ്ങൾ മറക്കരുത്. നമ്മൾ സ്വാഭാവികമായിട്ടും എങ്ങനെയാന്ന് വെച്ചാൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അവരെന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കാണുമ്പോൾ അതിനൊക്കെ നമ്മൾ ഇങ്ങനെ പറയും, നീ അത് ചെയ്താൽ ശരിയായില്ല, അത് തെറ്റായിപ്പോയി, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് എപ്പോഴും നമ്മൾ പറയും. അതിന് പകരമായിട്ട് അവരെന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്താ അപ്പു അല്ലെ അമ്മു, മോളെ നീ ആ ചെയ്തത് നന്നായി, നല്ല കാര്യമാണ് ചെയ്തത്, വെരി ഗുഡ്, വേണമെങ്കിൽ ഒന്ന് പുറത്തൊക്കെ തട്ടി, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അറിയാലോ, അതൊക്കെ വളരെ നല്ല കാര്യമായിരിക്കും. നമ്മൾ പല പാരന്റ്സിനുള്ള പ്രശ്നമാണ്, നമ്മൾ ഓവറായിട്ട് റിയാക്ട് ചെയ്തു. നമ്മളെ മക്കൾ എന്തെങ്കിലും ചെയ്തത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, നെഗറ്റീവായിട്ട് എന്തെങ്കിലും അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓവറായിട്ട് ആ സ്പോട്ടിൽ അങ്ങോട്ട് റിയാക്ട് ചെയ്യും. കുറച്ച് ക്ഷമ ഇതിന് നല്ലതായിരിക്കും അല്ലേ? അവരെടുത്ത് പെട്ടെന്ന് റിയാക്ട് ചെയ്യാതെ അവർക്ക് കുറച്ചൊരു സ്പേസ് കൊടുക്കുക. അവർ ചെയ്ത കാര്യം തെറ്റാണെന്ന് മനസ്സിലാവാനുള്ള കുറച്ചൊരു സ്പേസ് കൊടുക്കുക. എന്നിട്ട് സാവധാനത്തിൽ അവരെ പറഞ്ഞ് നല്ല രീതിയിൽ മനസ്സിലാക്കുക. മോനെ, നീ ഇത് ചെയ്തത് ശരിയായില്ല, അത്തരത്തിലൊന്ന് നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അവർക്ക് തന്നെ തോന്നും, അയ്യോ ഞാൻ ഇങ്ങനെ ചെയ്തപ്പോ എന്റെ അച്ഛനും അമ്മയ്ക്കും അത് ഇഷ്ടമായില്ല, ഇനി ഞാനത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ നിങ്ങളൊന്ന് ഈ വെക്കേഷൻ ടൈമിലും ഇനി അങ്ങോട്ടും ഒന്ന് റിയാക്ട് ചെയ്യാൻ ശ്രമിക്കണേ. അതുപോലെ നമ്മൾ മക്കൾ എന്തെങ്കിലും നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്ബിഹേവ് ചെയ്താൽ നമ്മൾ അവരെ ഫുള്ളായിട്ട് ഒരു ബാഡ് ബോയ് അല്ലെങ്കിൽ ഒരു ബാഡ് ഗേൾ, ബാഡ് കിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലാബിൽ ചെയ്യാൻ പാടില്ല. അവരെ കോൺഫിഡൻസിനെയൊക്കെ ബാധിക്കും. അവർ ചെയ്ത തെറ്റ് എന്താന്നുള്ളത് നിങ്ങൾ അവരെ മനസ്സിലാക്കി കൊടുക്കുക. അതർവൈസ് അവരുടെ കോൺഫിഡൻസിനെ അത് ബാധിക്കും, അവരുടെ സെൽഫ് എസ്റ്റീമിനെ അത് ബാധിക്കും. പിന്നീട് അത് ചിലപ്പോൾ ഭാവിയിൽ ഒരു ചൈൽഡ്ഹുഡ് ട്രോമയായിട്ട് വരെ മാറാം. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ ഇപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ന്യൂസാണ് ഡ്രഗ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ വിചാരിക്കും, അത് അപ്പുറത്തെ വീട്ടിലല്ലേ, അല്ലെങ്കിൽ അത് ഇപ്പുറത്തെ വീട്ടിലല്ലേ, ന്യൂസുകളിലല്ലേ, നാളെ നമ്മളുടെ വീട്ടിൽ വരില്ല എന്ന് എന്താ ഉറപ്പുള്ളത്? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കുട്ടികളുടെ ആക്ടിവിറ്റീസ് കൃത്യമായിട്ട് നിരീക്ഷിക്കണം. അവരുടെ കൂട്ടുകെട്ട്, അവരുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണ്, അവരെപ്പോഴൊക്കെ പുറത്തു പോകുന്നു, എവിടെയൊക്കെ പോകുന്നു, അതേപോലെ അവരുടെ സോഷ്യൽ മീഡിയ ഉപയോഗം അല്ലെ? ഇപ്പൊ കുട്ടികളൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളും അവർ ഏതൊക്കെ ആപ്പുകളാണ് ഉപയോഗിക്കുന്നത്, സോഷ്യൽ മീഡിയനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ധാരണ നിങ്ങൾക്കും ഉണ്ടായിരിക്കണം. നമ്മൾ വിചാരിക്കും, നമ്മളെ കുട്ടി ചെറിയ കുട്ടിയല്ലേ, അവനോ അല്ലെങ്കിൽ അവളോ ഇങ്ങനെയൊന്നും ചെയ്യില്ല, നമ്മളെ മക്കൾ ഇങ്ങനെയൊന്നും ചെയ്യില്ല. ചെറിയ കുട്ടികൾ വരെ ഇപ്പം ഡ്രഗ്സിന് പുറകെ പോകുന്ന ന്യൂസ് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇത്തരത്തിലൊരു ന്യൂസ് നമ്മളെ വീട്ടിൽ നിന്നോ നമ്മളുടെ സമൂഹത്തിൽ നിന്നോ വരാണ്ടിരിക്കട്ടെ. അതിനുവേണ്ടി നിങ്ങൾ ഓരോ പേരൻസും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ശ്രദ്ധ ഇമ്പോർട്ടൻ്റ് ആണ്. വെക്കേഷൻ ടൈമാണ്, ഈ വെക്കേഷൻ ഫുൾ എന്റർടൈൻമെന്റ് മാത്രമായി പോകരുത്, അവർ പഠിക്കാനും കൂടി ഇരിക്കണം. പഠിത്തത്തിൽ നമ്മൾ ഉഴപ്പാൻ പാടില്ല അല്ലെ? അപ്പൊ നിങ്ങളുടെ ശ്രദ്ധ ഈ സമയത്ത് അവരുടെ കൂടെ ഉണ്ടാവണം. ഇപ്പൊ മാത്സിലായാൽ തന്നെ മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, ഇതൊക്കെ അവരെ ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരണം. അവരുടെ മാത്തമാറ്റിക്കൽ സ്കില്ലായാലും ഇനി അവരുടെ പ്രോബ്ലം സോൾവിങ് സ്കില്ലായാലും അതൊക്കെ നമുക്ക് ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരേണ്ടതുണ്ട്. ഇപ്പൊ നമ്മളുടെ ചാനലിൽ തന്നെ അവർക്ക് ഇഷ്ടംപോലെ ക്ലാസ്സുകളുണ്ട്, വീഡിയോസ് ഉണ്ട്, ലൈവ് ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ അവർ കാണാനിരിക്കുമ്പോൾ നിങ്ങളുടെ പ്രസൻസ് ഉണ്ടായിരിക്കണം. ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ രക്ഷിതാക്കളുടെ പ്രസൻസ് അവിടെ നിർബന്ധമാണ്. ഫോൺ യൂസേജിന്റെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ നിങ്ങളുടെ ശ്രദ്ധ കൂടെ ഉണ്ടായിരിക്കണം. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളെ മക്കൾ അടിപൊളിയായിട്ട് മാറും അല്ലെ? അപ്പൊ നിങ്ങളെടുത്ത് നിങ്ങളെ മക്കൾക്ക് എല്ലാം ഷെയർ ചെയ്യാൻ പറ്റണം, ഓപ്പൺ ആയിട്ട് എല്ലാം ഷെയർ ചെയ്യാൻ പറ്റണം. നിങ്ങളായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അവർക്ക് ഉണ്ടാകണം. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ, പഠിത്ത കാര്യത്തിലായിക്കോട്ടെ, സുഹൃത്ത് ബന്ധങ്ങളിലായിക്കോട്ടെ, ഇനി ചുറ്റുപാടിലുള്ള കാര്യങ്ങളിൽ നിന്നായിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസിൽ നിന്നായിക്കോട്ടെ, എന്തുണ്ടായാലും അവർക്ക് ഓപ്പൺ ആയിട്ട് നിങ്ങളെടുത്ത് സംസാരിക്കാൻ പറ്റണം. കാരണം നിങ്ങളാണ് അവരെ കൂടെ ഉണ്ടാവേണ്ടത് അല്ലെ? നിങ്ങളെടുത്ത് എന്തും പറയാനായിട്ട് അവർക്ക് കഴിയട്ടെ. അപ്പൊ നമ്മളുടെ മക്കളെ എടുത്ത് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.